ഈ കാർഡിൽ 3 വ്യക്തികളെ കാണാം. ഇതിലെ ഒരാൾ സമാധാനപ്രിയനും മറ്റൊരാൾ ഒരുപാട് പാഷനുള്ള ആളും, എന്നാൽ അടുത്ത ആൾ കുറച്ച് പർപ്പസ്ഫുൾ ആണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നേടാൻ വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി. ഈ കാർഡ് ലവേഴ്സ് എന്ന കാർഡ് ആയതുകൊണ്ട് തന്നെ ഡിവൈൻ യൂണിയനും ഡിവൈൻ ലവും ഒരു ചോയ്സ് എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയെയും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുമുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം മൂലം കൂടെ നിൽക്കുന്നവരുമുണ്ട്. ഇവരിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ ആരാണെന്ന സംശയം മാത്രമേ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളൂ. നിങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള മാസ്കുലിൻ ഫെമിനൈൻ എനർജി ബാലൻസിൽ കൊണ്ടുവരേണ്ടതിൻ്റെയും ഒരു ആവശ്യം കാണുന്നുണ്ട്. അതുപോലെ ലോജിക്കും ഇമോഷൻസും ഇതിൽ നിന്ന് ഏതിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന ഒരു കൺഫ്യൂഷനും ഉണ്ടാകും. പക്ഷേ ഈ കൺഫ്യൂഷൻസ് എല്ലാം മാറി ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. സ്നേഹത്തോടെയാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്, അല്ലാതെ ഭയത്തോടെയല്ല. നിങ്ങളുടെ മാസ്കുലിൻ ഫെമിനൈൻ എനർജി ഒപ്പം മനസ്സും ശരീരവും ബാലൻസിൽ വരും. പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ഒരു യൂണിയൻ ഉണ്ടാകാനോ അങ്ങനെയൊക്കെ ചാൻസുകൾ കാണുന്നുണ്ട്. നിങ്ങളിലെ സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വഴികാട്ടിയാകും. പിന്നെ ചിലർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതോ, നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ് അത് തിരഞ്ഞെടുക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതോ, അങ്ങനെ എന്തൊക്കെയോ ഒരു മെസ്സേജും ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നുണ്ട്.